ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് ലീബ്ര സൺസൈൻ ആൻഡ് ലീബ്ര മൂൺ, ലീബ്ര അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് നിങ്ങൾക്കൊരു റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങളുടെ സിറ്റുവേഷൻ, നിങ്ങളുടെ എനർജി വെച്ചിട്ടൊരു റീഡിംഗ് ചെയ്യണം വെച്ചാൽ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം, അല്ലാച്ചാൽ ഇമെയിൽ ID ഉണ്ട്, അവിടെയും മെസ്സേജ് അയക്കാം. ഇൻസ്റ്റഗ്രാമിലും ഞാൻ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്ത് മെസ്സേജ് അയക്കാം. അപ്പോൾ ഈ എല്ലാം ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. എൻ്റെ ചാനലിൻ്റെ മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിലിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് അവർ ഫ്യൂച്ചർ ആക്ഷൻ എടുക്കാൻ പോണത്, ഈ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും, ഇതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിലേക്ക് ചെല്ലാം. എന്താണ് ഔട്ട്കം വരണത് നമ്മൾക്ക് നിങ്ങളുടെ മെസ്സേജിൽ കാണാം. ഹായ്, അപ്പോൾ നമ്മൾക്ക് ലീബ്രയ്ക്ക് വേണ്ടിയിട്ട് എന്താ മെസ്സേജസ് വരണമെന്ന് നോക്കാം. ലീബ്ര, നിങ്ങളുടെ ഓവറോൾ എനർജി നിങ്ങളുടെ 3 of Cups ആണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി, അവരുടെ ഓവറോൾ എനർജി Knight of Pentacles. ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ എന്താണ് എനർജി ഉള്ളത്? നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ സ്റ്റാർ ആണ്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് 6 of Swords. ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലവേഴ്സ്. എന്താണ് ഇവിടെ ഇൻറ്റൻഷൻ ഉള്ളത്? നിങ്ങളുടെ ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ എന്താണ് ആക്ഷൻ നിങ്ങൾ എടുക്കാൻ പോണത്? ഈ പേഴ്സൺ എടുക്കാൻ പോണ ആക്ഷൻ എന്താണ്? ഔട്ട്കം ഈ റിലേഷൻഷിപ്പിൻ്റെ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് 3 of Cups ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി ആയിട്ട് വരുന്നത്. അപ്പോൾ 3 of Cups ഒരു സെലിബ്രേഷൻ ആണ്, ഒരു നല്ല ഹാപ്പി ന്യൂസ് വരണ എനർജിയാണ്. പക്ഷേ ചില സമയത്ത് ചില കേസസിൽ ഇതൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ആവാം. അപ്പോൾ നമ്മൾക്കിത് ക്ലാരിഫൈ ചെയ്ത് നോക്കാം. എന്താണ് എക്സാക്ട്ലി ഈ 3 of Cups എന്ന് നമ്മൾക്ക് നോക്കാം. 3 of Cups ഇവിടെ എന്താണ്? മൂൺ. അപ്പോൾ ഇതൊരു സീക്രറ്റിൻ്റെ എനർജിയാണ്. ഓക്കെ, അപ്പോൾ സീക്രറ്റ്സ് ഉള്ള എനർജിയാണ് ഇത്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇത് തേർഡ് പാർട്ടിയാണ്. കൂടുതൽ എനിക്ക് തോന്നുന്നത് ആ മെസ്സേജാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ് കാണുന്നത് ഇവിടെ. ഓക്കെ, എന്താ വെച്ചാൽ അതൊരു സീക്രറ്റ് പുറത്തു വരണ എനർജി മാതിരി. 6 of Pentaclesഉം ഒരു ഇംബാലൻസിൻ്റെ എനർജിയാണ്. അപ്പോൾ 6 of Pentaclesഉം ഒരു പേഴ്സണെ നിങ്ങൾ കൂടുതൽ എഫേർട്ട് ഇട്ട് ആ പേഴ്സൺ തിരിച്ച് എഫേർട്ട് ഇടാത്ത ഒരു എനർജിയാണിത്. അപ്പോൾ അതുകൊണ്ടൊരു ഇംബാലൻസ് ആവണു. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടുന്ന പേഴ്സൺ അവരുടെ ലൈഫിൽ വേറെ ഏതൊരു പേഴ്സൺ ഉണ്ടാവാം. അതല്ല വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വേറെ ഒരു തേർഡ് പാർട്ടി പറഞ്ഞാൽ നിങ്ങളുടെ പാർട്ട്ണർ ഉണ്ടായിട്ട് ഇവർ ഒരു തേർഡ് പാർട്ടി ആവാം. അപ്പോൾ Knight of Pentacles ആണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി. അപ്പോൾ ഇവർ ആക്ച്വലി നിങ്ങളെക്കുറിച്ച് സീരിയസ് ആണ്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ കുറേ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യണത്. കുറേ നെഗറ്റീവ് എനർജീസും ഇവിടെ കാണാണ്ട്. ഇത് അവരുടെ ഒരു എഫെയർ തന്നെ ആവണം എന്നില്ല, അവരുടെ വീട്ടിൻ്റെ ആൾക്കാരായിരിക്കാം, ഇല്ല വെച്ചാൽ ഫാമിലി, ഫ്രണ്ട്സ് ആവാം. Knight of Cups ഒരു റൊമാൻറ്റിക് എനർജിയാണ് ഇവിടെ ഞാൻ കാണുന്നത് അവരുടെ ഭാഗത്തിൽ. അപ്പോൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഹീലിംഗിൻ്റെ സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും ഇപ്പോഴത്തെ സിറ്റുവേഷൻ നിങ്ങൾ രണ്ടാളും ഹീൽ ചെയ്യാൻ നോക്കണു. ഈ സിറ്റുവേഷനിൽ നിങ്ങൾ പ്രേ ചെയ്യണു, അത് എനിക്ക് ഇങ്ങനെ ഒരു പോസിറ്റീവ് ഔട്ട്കം വരണേന്ന് പ്രേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു സൈലൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആവാം. ഓക്കെ, ഇവിടെ ഹീലിംഗ് ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യണത്. അപ്പോൾ 6 of Swords ആണ് നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട്. 6 of Swords നിങ്ങൾ എന്തോ ഒരു ഡിഫിക്കൾട്ട് സമയം ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ, അത് വിട്ട് ഒരു സ്റ്റെബിലിറ്റിയിലേക്ക് പോകണു. അതാണ് ഇവിടെ 6 of Swordsൻ്റെ എനർജി. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും റിലേഷൻഷിപ്പിൽ ഡെഫിനറ്റ്ലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു, പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. അപ്പോൾ തൽക്കാലം നിങ്ങൾ ഈ പേഴ്സൻ്റെ അടുത്തുനിന്ന് കുറച്ചൊരു ഡിറ്റാച്ച്ഡ് വേയിലാണ് ഇപ്പോൾ
ഉള്ളത് പറഞ്ഞാൽ മുമ്പത്തെ മാതിരി ഒരു റൊമാൻറ്റിക് എനർജി നിങ്ങളുടെ ഭാഗത്തിൽ ഞാൻ കാണില്ല. നിങ്ങൾ കൂടുതലൊരു പ്രാക്ടിക്കലായിട്ടാണ് ഇവരുടെ കൂടെ സംസാരിക്കണതും നിങ്ങളുടെ പെരുമാറ്റമൊക്കെ അങ്ങനെ ഒരു പ്രാക്ടിക്കൽ കാര്യത്തിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത്. ഏസ് ഓഫ് സോർഡ്സ് ഇവിടെ ക്ലാരിറ്റിയുടെ എനർജിയാണ്. അപ്പോൾ നിങ്ങൾ രണ്ടാളും നോ കോണ്ടാക്റ്റിലാണ് വെച്ചാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം എന്നുണ്ട്. ഇതിൽ ഒരു ആൻസർ വേണം, ഒരു ഫ്യൂച്ചർ എന്താ ഉണ്ടാവുക അത് നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ട്. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ ഒരു ബ്രേക്ക് ത്രൂ ആണ്. എന്തോ ഒരു നോ കോണ്ടാക്റ്റിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള എനർജി, വരാൻ പോണ എനർജിയാണ് ഇത്. അപ്പോൾ ലവേഴ്സ് എനർജിയാണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരുടെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ സ്ട്രോങ് ഫീലിങ്സ് ആണ് അവർ നിങ്ങളെ ഒരു സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ വേറൊരു പേഴ്സൺ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയും ഹെൽപ്ലെസ് ആയി ഫീൽ ചെയ്യണത്. എന്താ വെച്ചാൽ അവർക്ക് ആ മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്, എന്താ ഡിസിഷൻ എടുക്കേണ്ടതെന്ന് അവർക്ക് മനസ്സിലാവണില്ല, അറിയണില്ല. അപ്പോൾ 6 of Wands ഈ പേഴ്സൺ കുറേ ഒരു പോപ്പുലർ പേഴ്സണും കൂടിയാണ്. ഓക്കെ, കുറേ ആൾക്കാർ ഈ പേഴ്സണിനെ പറഞ്ഞാൽ ഈ പേഴ്സൻ്റെ ലൈഫിൽ കുറേ ആൾക്കാരുണ്ട്. മേ ബി ഞാൻ പറഞ്ഞ മാതിരി ഫ്രണ്ട്സ് ഉണ്ട്, കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, ഫാമിലി മെമ്പേഴ്സ് കുറേ ഉണ്ടാവും. എല്ലാവരുടെയും ഒരു എന്താ പറയുക എനർജി ഇവിടെ ഈ പേഴ്സൻ്റെ ലൈഫിൽ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ഇൻറ്റൻഷൻ. നിങ്ങൾക്ക് ഇവിടെ ഒരു ലോങ് ടേം റിലേഷൻഷിപ്പാണ് വേണ്ടത്. അതില്ല വെച്ചാൽ നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടുപോകാൻ തയ്യാറാണ്. ഓക്കെ, ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ 7 of Wands ആണ്. അവർ ഗിവ് അപ്പ് ചെയ്യാൻ റെഡി അല്ല ഇതുവരെ. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടണം എന്നുണ്ട്, ഫൈറ്റ് ചെയ്യണം എന്നുണ്ട് ഈ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട്. പക്ഷേ കുറേ സ്ട്രെസ്ഡാണ് ഈ പുള്ളി. ഇവർ കുറേ പറഞ്ഞാൽ അവർക്ക് പേടിയുണ്ട്, സ്ട്രെസ് ഉണ്ട്, എന്താ ഉണ്ടാവുക അറിയില്ല. അതൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. കുറച്ചൊരു റിസർവ്ഡ് മാതിരി ഒരു എനർജിയിലാണ് അവരിപ്പോൾ. അപ്പോൾ നിങ്ങളുടെ ആക്ഷൻ 2 of Pentacles നിങ്ങൾ എല്ലാം ശരിക്കും നോക്കിയിട്ടാണ് തീരുമാനം എടുക്കുക. എന്താ വെച്ചാൽ ഈ പേഴ്സൺ എഫേർട്ട് ഇടുന്നുണ്ടോ ഇല്ലേ, കമ്മിറ്റ്മെൻ്റ് ഉണ്ടോ ഇല്ലേ, എല്ലാം നിങ്ങൾ വേ ചെയ്തിട്ട് എല്ലാം കാര്യങ്ങൾ പ്രോസ് ആൻഡ് കോൺസ് നോക്കിയിട്ടാണ് ഇവിടെ ഒരു ഡിസിഷൻ നിങ്ങൾ എടുക്കാൻ പോണത്. 8 of Pentacles ഉണ്ട് ഇവിടെ. അപ്പോൾ നിങ്ങൾ എഫേർട്ട് ഇടാൻ കണ്ടിന്യൂ ചെയ്യും ഈ റിലേഷൻഷിപ്പിൽ. ഞാൻ കാണുന്നത് ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ മേ ബി ഈ സിറ്റുവേഷനിൽ ഒരു റീകൺസിലേഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇവരുടെ ആക്ഷനിൽ King of Wands ആണ് ഞാൻ കാണുന്നത്. അപ്പോൾ അവരെന്തോ ഒരു ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്, അവരൊരു തീരുമാനം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ എനർജിയിലും ഞാൻ ആക്ഷൻ കാണുന്നുണ്ട്. ഓക്കെ, പക്ഷേ 10 of Swords ഉണ്ട് ഇവിടെ. എന്തോ ഒരു എൻഡിങ്ങിൻ്റെ എനർജിയും കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഈ പേഴ്സൺ ഒരു റിലേഷൻഷിപ്പ് വിട്ടിട്ടായിരിക്കും നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ അവർ നിങ്ങളെ വിട്ടിട്ട് വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകണു, അങ്ങനെയും ആവാം. ഓക്കെ, ഇതൊരു ജനറൽ റീഡിങ് ആയതുകൊണ്ട് ഒരു ഫിക്സ്ഡ് ആയിട്ട് ഒരു ഔട്ട്കം പറയാൻ ഡിഫിക്കൾട്ടാണ്. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ കുറേ ആൾക്കാരുടെ എനർജി ഇവിടെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുത്താൽ ബെറ്റർ ആയിരിക്കും. പേഴ്സണൽ റീഡിങ്സിൽ നിങ്ങളുടെ മാത്രം ഔട്ട്കം നിങ്ങളുടെ മാത്രം എനർജിയാണ്. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചുകൂടി ഒരു ക്ലിയറായി നിങ്ങൾക്ക് ഒരു ഔട്ട്കം കിട്ടും. 9 of Pentacles ആണ് ഔട്ട്കം. ഇവിടെ ഒരു സിംഗിൾ എനർജിയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഈ റീഡിങ്ങിൽ ഞാൻ കാണുന്നത് മിക്കവാറും ഒരു എൻഡിങ് ആണ്. ഓക്കെ, ഒരു റീകൺസിലിയേഷനും വന്നു. ഓക്കെ, അപ്പോൾ അറിയില്ല, എല്ലാവർക്കും ഞാൻ പറഞ്ഞ മാതിരി കുറേ ആൾക്കാരുടെ എനർജി ഉണ്ടാവുകൊണ്ട് രണ്ടും വന്നിട്ടുണ്ട്. ഒരു എൻഡിങ്ങും വന്നിട്ടുണ്ട്, ഒരു റീകൺസിലിയേഷനും വന്നിട്ടുണ്ട്, ഒരു മാരേജിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ മാതിരി ചിലവർ റീകൺസൈൽ ചെയ്യുന്നുണ്ടാവും, ചിലവർ ഇതിനെ എൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ King of Pentacles ഉണ്ട് ഇവിടെ. ടോറസ് എനർജി, സ്കോർപ്പിയോ എനർജി ഉണ്ട്, കുറേ അക്വേറിയസ്, ലീബ്ര, ജെമിനൈ എനർജിയും ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ നടക്കുന്നത്, എന്താണ് നിങ്ങളുടെ മനസ്സിൽ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് എന്താ മെസ്സേജ് ഉള്ളത്? വി ബോത്ത് നോ ഐ എം നോട്ട് ദ വൺ ഫോർ യു. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ പറയണത് എന്താ വെച്ചാൽ ഐ എം നോട്ട് ദ വൺ ഫോർ യു എന്നാണ് നിങ്ങൾ പറയണേ. ഇറ്റ് വാസ് മൈ ഫോൾട്ട് ബട്ട് ഐ ബ്ലെയിംഡ് യു. അപ്പോൾ ഈ പേഴ്സണിന് അതും ഒരു വിഷമമുണ്ട്. അവർ നിങ്ങളെ എന്തോ ഒരു കുറ്റബോധം ഉണ്ട് ഇവർക്ക്. ഇറ്റ്സ് ടൈം ഫോർ മീ ടു ഹീൽ നൗ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ കുറേ സൂക്ഷിച്ചിട്ടാണ് തീരുമാനം എടുക്കാൻ പോണത്. ഐ ഫീൽ യു ലീവിങ് മീ ബിഹൈൻഡ്. ഇവിടെ നിങ്ങൾ പറയണത് ഐ ഡോണ്ട് റിയാക്ട് വെൻ പീപ്പിൾ മെൻഷൻ യു.
ഈ പേഴ്സൺ പറയണത് സംടൈംസ് ഐ സ്റ്റേ അവേ തിങ്കിങ് അബൌട്ട് യു. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്ങും മെസ്സേജൊക്കെ ലീബ്ര. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് നിങ്ങൾക്ക് വേണമെച്ചാൽ കോൺടാക്റ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദി ബെസ്റ്റ്.